മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കണ്ട. അവരെ വിട്ടേക്കുക. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളെയല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ. ഭക്തരെ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുക എന്നത് മനുഷ്യൻ്റെ വലിയൊരു കഴിവാണ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയൊരു കഴിവ്. നിങ്ങളുടെ ഭയമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും. ഭക്തരെ, എപ്പോഴെങ്കിലും ഒരു ദിവസം അയാൾ തിരിച്ചറിയുമായിരിക്കും, നിങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റൊരാൾക്കും അയാളെ സ്നേഹിക്കാനാവില്ലെന്ന്. ഭക്തരെ, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകുന്നിടത്ത് വാക്കുകളിൽ വിശ്വസിക്കരുത്. വരാനിരിക്കുന്ന നുണകളിൽ ഇനിയും വീണു പോകരുത്. മനോഹരമായി പറ്റിക്കുന്നിടത്ത് ഒന്നിനു വേണ്ടിയും പിന്നീട് അവസരം കൊടുക്കരുത്. ഭക്തരെ, മക്കളെ ചെറുപ്പം മുതൽക്കേ ദാരിദ്ര്യം അറിയിച്ചു തന്നെ വളർത്തണം. കാരണം ദാരിദ്ര്യം അറിഞ്ഞു വളരുന്ന മക്കൾക്ക് നല്ലതുപോലെ മാതാപിതാക്കളുടെ വില മനസ്സിലാക്കാൻ പറ്റും. ആർക്കുവേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവരുടെ സന്തോഷം തേടി അവർ പോകുമ്പോൾ നിങ്ങൾ വെറും വിഡ്ഢികളായി നോക്കി നിൽക്കേണ്ടി വരും. ഭക്തരെ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതായിരുന്നു എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. ഭക്തരെ, ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടരുത്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകളിൽ എത്തിച്ചേരുമ്പോഴാണ് സ്നേഹം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. സ്നേഹം സത്യമാണെങ്കിൽ അവിടെ പരാതിയും പരിഭവവും ഉണ്ടാകും. അല്ലെങ്കിൽ ആ സ്നേഹം വെറുമൊരു അഭിനയം മാത്രമായി തീരും. ഭക്തരെ, അകലം ഒരിക്കലും ആരെയും തമ്മിൽ അകറ്റില്ല. പക്ഷേ വാക്കുകൾക്ക് അത് സാധിക്കും. മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ അധികവും മറ്റു മനുഷ്യരാണ്. ആശ്ചര്യമെന്തെന്നാൽ അത് പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർ തന്നെയാണ് എന്നുള്ളതാണ്. ഭക്തരെ, നിങ്ങളുടെ താഴ്ച കാണുമ്പോൾ ഉറക്കെ ചിരിക്കുന്നവർ നിങ്ങളുടെ ഉയർച്ച അത്രമാത്രം ഭയപ്പെടുന്നു. എല്ലാ ദിവസവും സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം വളർത്തിയെടുക്കാൻ കഴിയില്ല. പ്രയാസകരമായ സമയങ്ങളെ അതിജീവിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചും നിങ്ങൾ അത് വികസിപ്പിച്ചെടുക്കുന്നു. ഭക്തരെ, കാലം നമുക്കോരോ അവസരം തരും. ചിലരെ പഠിക്കാനും മനസ്സിലാക്കാനും. സങ്കടം നൽകിയ കാലത്തെ മറക്കുക. പക്ഷേ അത് നിങ്ങൾക്ക് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. മുഖത്തടിച്ചതുപോലെ മറുപടി പറയുക. പെട്ടെന്ന് ദേഷ്യപ്പെടുക. ചെറിയ കാര്യങ്ങൾ മനസ്സിൽ ഏറ്റെടുക്കുക. നിസ്സാരമായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുക. ഇതെല്ലാം മനസ്സ് ശുദ്ധമായ ഒരാളുടെ അടയാളമാണ്. ഇതൊന്നും വെറുതെ സ്നേഹം അഭിനയിക്കുന്നവരിൽ കാണാൻ കഴിയില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.